ലക്ഷ്യങ്ങൾ നേടാൻ നമ്മളെല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാകും അല്ലേ? അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക, എന്നിട്ട് അത് ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇതൊക്കെയാണല്ലോ നമ്മൾ കേട്ട് പഠിച്ച ഒരു രീതി. പക്ഷേ പലപ്പോഴും ഈ കാത്തിരിപ്പ് നിരാശയിലല്ലേ അവസാനിക്കുന്നത്? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് തോന്നി പലരും അത് ഉപേക്ഷിക്കാറില്ലേ? ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷനേക്കാളൊക്കെ പല മടങ്ങ് വേഗത്തിൽ അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള ആത്മീയ നിയമമുണ്ട്. പ്രശസ്ത ചിന്തകനായിട്ടുള്ള ശ്രീ നെവിൽ ഗൊർഡാദ് ഇതിനെ വിളിക്കുന്നത് ലോ ഓഫ് അസംഷൻ എന്നാണ്. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്നത്തെ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പലപ്പോഴും പരാജയപ്പെടുന്നത് എന്നും ലോ ഓഫ് അസംഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെ എങ്ങനെ കാത്തിരിപ്പുകളില്ലാതെ വളരെ വേഗം സ്വന്തമാക്കാം എന്നും നമ്മൾ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, കാരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ രീതികളെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ പോവുകയാണ്. ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ഇല്ലാത്ത ഒരു കാര്യത്തെ പുറത്ത് നിന്ന് നമ്മളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് എനിക്ക് പണം വേണം, എനിക്ക് ആ ബന്ധം വേണം എന്ന് നമ്മൾ ചിന്തിക്കുകയും അത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന്, സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടുന്ന യഥാർത്ഥ സന്ദേശം ശരിക്കും എന്താണ്? ഇതൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്നുള്ളതല്ലേ? ഈ ഇല്ലായ്മയുടെ ഊർജം അഥവാ വൈബ്രേഷൻ ഓഫ് ലാക്ക് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ കൂടുതൽ വൈകിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ കാത്തിരിക്കുന്നത് പോലെയാണ്. ട്രെയിൻ വരാൻ വൈകുന്തോറും നിങ്ങളുടെ ഉള്ളിൽ നിരാശ വർദ്ധിക്കും. എന്നാൽ ലോ ഓഫ് അസംഷൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ട കാര്യം പുറത്തു നിന്നല്ല വരേണ്ടത്, നിങ്ങൾ അതായിത്തീരുകയാണ് വേണ്ടത് എന്നാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പം തന്നെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ആ ഒരു വ്യക്തിത്വത്തിലേക്ക് മാറുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് എനിക്ക് സ്നേഹം വേണം എന്ന് പറയുന്നതിന് പകരം ഞാൻ പൂർണ്ണമായും സ്നേഹിക്കപ്പെടുന്നു എന്ന് ഉറച്ച് വിശ്വസിക്കുക. വൈകാരികമായിട്ട് അതങ്ങനെ തന്നെ അങ്ങ് ആയിത്തീരുക, മനസ്സുകൊണ്ട് അങ്ങനെ ആയിത്തീരുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങൾ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിക്കണം. എന്തുകൊണ്ടാണ് ലോ ഓഫ് അസംഷൻ ഇത്ര വേഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയട്ടെ. ഇവിടെയാണ് സൈക്കോളജി കടന്നു വരുന്നത്. നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ നിരന്തരം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റി എഴുതുന്നത് എന്ന് ഒന്നറിയേണ്ടതുണ്ട്. നമ്മുടെ ഉപബോധ മനസ്സിന് യാഥാർത്ഥ്യവും ഭാവനയും തമ്മിൽ, അതായത് സത്യവും മിഥ്യയും തമ്മിൽ വേർതിരിച്ചറിയാൻ പലപ്പോഴും കഴിയില്ല. അത് തർക്കിക്കാനോ ന്യായം കണ്ടുപിടിക്കാനോ ഒന്നും നിൽക്കില്ല. ആര്? ഉപബോധ മനസ്സ്. നിങ്ങൾ ഒരു വിജയിയാണ് എന്ന് നിങ്ങൾ തന്നെ ആഴത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളും പ്രവൃത്തികളുമെല്ലാം ഒരു വിജയിയുടേതുപോലെയായിട്ട് മാറും. നിങ്ങൾ സമ്പന്നനാണ് എന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ഭയത്തിൽ നിന്ന് അല്ലാതെ, ഭയമൊക്കെ മാറ്റി വെച്ചിട്ട് സമ്പന്നതയിൽ നിന്നായിരിക്കും ഉടലെടുക്കുന്നത്. ഈ വിധത്തിൽ നിങ്ങൾ പുതിയ വ്യക്തിത്വത്തെ സ്വീകരിക്കുമ്പോൾ മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും. പ്രതീക്ഷകളെക്കാളൊക്കെ പവർഫുള്ളായിട്ടുള്ളത് ഈ അവസ്ഥയിൽ ജീവിക്കുന്നതിനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ ഐഡൻറ്റിറ്റി, പുതിയ വ്യക്തിത്വം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഇതിന് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, ലിവിങ് ഇൻ ദ എൻഡ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലഭിക്കാൻ പോകുന്ന വഴിയല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് അത് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ ആ ജീവിതത്തെയാണ്. അതായത് നിങ്ങൾ പുതിയ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതല്ല നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്, മറിച്ച് ആ ജോലി കിട്ടി ആ ഓഫീസിൽ, ആ ഡെസ്കിൽ, നിങ്ങളുടെ ആ ടേബിളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാബിനിൽ ഇരിക്കുന്നതായിട്ട്, നിങ്ങൾ ആ ജോലി ചെയ്യുന്നതായിട്ടാണ് ഭാവനയിൽ കാണേണ്ടത്. മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും
അനുഭവിച്ചറിയേണ്ടത്. 2, മെൻ്റൽ ഡയറ്റ്. നിങ്ങളുടെ ഉള്ളിലെ സംസാരത്തെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഓരോ തവണയും എനിക്ക് അതില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴും അതിനെ ഞാൻ നേടിയിരിക്കുന്നു എന്ന വാചകത്തിലേക്ക് ഒന്ന് മാറണം. നിങ്ങളുടെ ഉള്ളിലെ ഈ സംഭാഷണമാണ് പുറത്തെ യാഥാർത്ഥ്യമായിട്ട് പിന്നീട് മാറുന്നത്. 3, റിവിഷൻ. അതായത് പഴയകാലത്തെ ആ മോശം അനുഭവങ്ങളെ മനസ്സിലിട്ട് ഒന്ന് മാറ്റി എഴുതണം. പരാജയപ്പെട്ട ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ നിങ്ങളെ തളർത്തിയ ഒരു അനുഭവത്തെയോ നിങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ ഭാവനയിൽ ഒന്ന് തിരുത്തി എഴുതി കൊടുക്കണം. അപ്പോൾ ഉപബോധ മനസ്സ് അതിനെ യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കും. 4, സാഡ്സ്. SATS. സാഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അക്കിൻ ടു സ്ലീപ്പ്. അതായത് ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നുള്ള വിധത്തിൽ എനിക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് തോന്നുന്ന ഒരു ടെക്നിക്കാണിത്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു മയക്കമില്ലേ, ആ മയക്കത്തിൻ്റെ അവസ്ഥയാണ് സാഡ്സ്. ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന പൂർണ്ണമായിട്ടുള്ള തോന്നലോടെ, ആ സന്തോഷത്തോടെ, ആ പൂർണ്ണമായിട്ടുള്ള വൈകാരിക ഭാവത്തോടു കൂടി ഉറങ്ങാൻ കിടക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ചിന്തകളെ ഒരു പുതിയ യാഥാർത്ഥ്യമായിട്ട് സ്വീകരിക്കും. അതിലൂടെ നിങ്ങൾ ആ ഒരു വൈബ്രേഷനിലേക്ക് മാറും. പ്രപഞ്ചത്തിൽ നിന്ന് ആഗ്രഹങ്ങൾ ആകർഷിക്കാൻ കാത്തിരിക്കേണ്ടതില്ല. പകരം ആ ആഗ്രഹങ്ങളെ നിങ്ങളായിട്ട് തീരുക, നിങ്ങളായിട്ടങ്ങ് മാറുക. ആൽക്കമിസ്റ്റ് സ്വർണമുണ്ടാക്കാൻ ശ്രമിച്ച കഥ പോലെ മാറ്റം പുറത്തുള്ള ലോഹത്തിലല്ല, നിങ്ങളുടെ ഉള്ളിലാണ് സംഭവിക്കേണ്ടത്. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെയും മാനിഫെസ്റ്റേഷൻ്റെയും ഈ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലും ആധികാരികവുമായിട്ട് പഠിക്കാൻ നമ്മുടെ ആൽക്കമി 3.0 പോലെയുള്ള ശക്തമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. വാട്സപ്പിലൂടെ ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ഈ ഒരു പരിശീലനം ലോകത്തിൻ്റെ ഏത് ഭാഗത്തിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ സമയവും സാഹചര്യവും അനുസരിച്ച് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8086089337 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടും. ഈ വീഡിയോ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാക്കി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൗൺസിലിംഗ്, ഹിപ്നോതെറാപ്പി തുടങ്ങിയ സെഷനുകൾക്ക് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. അതിനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും മികച്ച ഭാവി ഈ നിമിഷം തന്നെ നിങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക്